എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാമെന്ന നമ്മുടെ 55ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് നോ സൂണർ ദാൻ ആണ്. ഒരു കാര്യം സംഭവിച്ചു, ഉടനെ തന്നെ അടുത്ത കാര്യം സംഭവിച്ചു എന്ന് പറയാനാണ് നോ സൂണർ ദാൻ ഉപയോഗിക്കുന്നത്. നോ സൂണർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാഡ് വയ്ക്കണം, അതിനുശേഷം സബ്ജക്റ്റ് വയ്ക്കണം, അതിനുശേഷം വെർബിൻ്റെ മൂന്നാമത്തെ ഫോമായ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വയ്ക്കണം, പിന്നെ ദാൻ വയ്ക്കണം, സബ്ജക്റ്റ്, പിന്നെ വെർബിൻ്റെ രണ്ടാമത്തെ ഫോം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നോ സൂണർ ദാനിൽ ദാനാണ് അല്ലാതെ ദെന്നല്ല ഉപയോഗിക്കുക. ഇത് പാസ്റ്റ് ടെൻസിനെയാണ് കാണിക്കുന്നത്. നോ സൂണർ ദാൻ ഐ റീച്ച്ഡ് ഹോം than it started raining. No sooner had I reached home than it started raining. ഞാൻ വീട്ടിലെത്തിയതും ഉടനെ മഴ തുടങ്ങി. No sooner had he seen the police than he ran away. പോലീസിനെ കണ്ടതും അവൻ ഓടിപ്പോയി. As soon as I reached, it rained. ഞാൻ എത്തിയ ഉടനെ മഴ പെയ്തു. ഇത് as soon as വെച്ചിട്ട് പറയും. No sooner വെച്ചിട്ട് എങ്ങനെ നോക്കാം. No sooner had I reached than it rained. ഞാൻ വീട്ടിലെത്തിയതും ഉടനെ മഴ പെയ്തു. No sooner had she opened the door than a cat entered. അവൾ വാതിൽ തുറന്ന ഉടനെ പൂച്ച അകത്ത് കയറി. No sooner had we finished dinner than the guest arrived. അത്താഴം കഴിച്ചു തുടങ്ങിയ ഉടനെ അതിഥികൾ വന്നു. No sooner had the train left than he came to the station. ട്രെയിൻ പോയതും അവൻ സ്റ്റേഷനിലെത്തി. ട്രെയിൻ പോയ ഉടനെ അവൻ സ്റ്റേഷനിൽ എത്തി. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ആഴ്ചയിലൊരു ക്ലാസ്സാണ് ഈ ആഴ്ചയിൽ വന്നിട്ടുള്ളൂ. അടുത്ത ആഴ്ച മുതൽ നമ്മൾ വീണ്ടും റെഗുലർ ക്ലാസ്സുകൾ വരും. കുറച്ച് തിരക്കുകൾ പെട്ടുപോയതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.